ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. സൈഡ് വേസ് ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഐഡന്റിഫൈ ചെയ്യാം. ഞാനിന്ന് ഇക്വിറ്റീസും കമ്മോഡിറ്റീസും അതേപോലെ ഫോറക്സ് മാർക്കറ്റ് എല്ലാം ഞാൻ ഇന്നത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിലൂടെ ഞാൻ സൈഡ് വേസ് കാണിച്ചു തരികയാണ്. ബജാജ് ഓട്ടോയുടെ പെർഫോമൻസ് ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, അതേപോലെ ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡിൽ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സെൽസിൽ വന്നിട്ടുണ്ടെങ്കിലും 8.28 വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൺഫേം ആകാതെ പിന്നെ തിരിച്ചു കയറിയിട്ടാണ് സപ്പോർട്ട് എടുത്ത് ഇറങ്ങി 11 പോയിന്റോളം മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് വേസ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ ബജാജ് ഓട്ടോയിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു സെല്ല് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് കുറേ നേരം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് പിന്നീടാണ് കൺഫേം ആയത്. അതുപോലത്തെ സിഗ്നൽസിന് ആക്യുറസിയും കുറവാണ്, പെട്ടെന്ന് റിവേഴ്സ് അടിക്കാൻ സാധ്യതയും കുറവാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള പോയിന്റ് സോഫ്റ്റ്വെയർ കറക്റ്റ് സമയത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതേ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ലൊരു ഹൈക്കാണ് മാർക്കറ്റിൽ പോയത്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈയും ഇല്ല സെല്ലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ട്രേഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ മാർക്കറ്റിൽ നമുക്ക് ആക്ച്വലി ലോസ് പോകുന്നതിൽ ഒരുപാട് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ തന്നെ പോവാം. അപ്പോൾ 15 മിനിറ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ഇതാണ് സെൽസിക്കിൾ വന്ന സമയം കൊടുത്തിട്ടുണ്ട്, അതേപോലെ എൻട്രി പോയിന്റ് ടാർഗറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ ലേറ്റസ്റ്റ് സൊല്യൂഷൻ 8.1 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്ന ലൈവിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതെ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽസിക്കിൽ വന്ന സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് ടാർഗറ്റുകൾ 3 സ്റ്റോപ്പ് ലോസും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും ഇപ്പോൾ സെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടും. ഇപ്പോൾ സോഫ്റ്റ്വെയർ വന്നു എന്നുള്ളതിൻ്റെ നമുക്ക് മെസ്സേജ് അലേർട്ടായിട്ട് ഇതുപോലെ സൗണ്ട് എഫക്റ്റോട് അലേർട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം, ഒരു സെല്ല് വന്നാൽ കൺഫേം ആണോ നോക്കുക, ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കണം, പ്രൈസ് ആൻഡ് സെൽസ് ഓൺ നോക്കണം. ഇത് 3 ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ സെൽസിക്കിൽ വന്ന സമയത്ത് കൺഫേം ആയിരുന്നില്ല, താഴെ ഗ്രീൻ ആയിരുന്നു. നമുക്ക് ഇവിടെ റെഡ് വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ താട്ടിറങ്ങി. അപ്പോൾ അവിടെ താട്ടിറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് 11 പോയിന്റോളം പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത പോയിന്റ് ഈ ഒരു ലെവലാണ്, അപ്രോക്സിമേറ്റ് 2442 ഇപ്പോൾ 32, ഇപ്പോൾ 10 പോയിന്റ് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ ഇപ്പോഴും സപ്പോർട്ട് എടുത്ത് ആട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നു. എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കണം. ട്രെൻഡ് ലൈനിൻ്റെ മാർക്കറ്റിൻ്റെ അപ് ഡൗൺസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ചൊരു ബാക്ക് ട്രേഡ് അടിക്കുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് അടിക്കാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമുക്ക് കളർ ചേഞ്ച് വരുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ താഴത്തെ സോൺ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം. ഇതേത് പോർഷൻ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ ട്രെൻഡി മാർക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം. ഇപ്പം മാർക്കറ്റ് സൈഡ് വേസ് റേഞ്ച് തങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ പോലെ മാർക്കറ്റൊക്കെയാണ്. ഇപ്പോൾ ഇന്നത്തെ കണ്ടോ മാർക്കറ്റ് റേഞ്ചിലാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് ചെയ്യാൻ നമുക്ക് നടക്കില്ല. മാർക്കറ്റ് തിരിച്ച് കുറച്ചെന്നിറങ്ങിയിട്ട് തിരിച്ച് പിന്നെയും ബാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൈഡ് വേസ് നോക്കണം. അത് നമുക്ക് ഈ റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മാർക്കറ്റ് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറുന്നതിനോടൊപ്പം തിരിച്ച് ബാക്ക് അടിക്കും മാർക്കറ്റ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റ് റേഞ്ചിലാണ്. അല്ലാത്ത സമയത്തൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് അടിച്ചടിച്ച് താട്ടിറങ്ങും, അത് പെട്ടെന്ന് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റൊക്കെ സൈഡ് വേസ് നോക്കി എക്സിറ്റ് അടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേഷ്യൻസ് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് എക്സിറ്റ് അടിക്കണം. അതല്ലാതെ നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ബാക്ക് അടിച്ചിട്ട് തിരിച്ച് പിന്നെയും കയറുന്നുണ്ട്. നല്ല പേഷ്യൻസ് ലെവലൊക്കെ ഉള്ളവർക്ക് കൺഫർമേഷൻ ബാർ നോക്കി നമുക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെയാണ് ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബജാജ് ഓട്ടോ സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ കുറച്ച് നേരം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് തിരിച്ച് ബാക്ക് അടിക്കുന്നുണ്ട്. ഇതുപോലത്തെ സൈഡ് വേസ് ഒരുപാട് നേരം തങ്ങി നിൽക്കുന്ന മാർക്കറ്റിലൊക്കെ നമുക്ക് സിഗ്നൽസിൻ്റെ ആക്യുറസി ലെവൽ, അതായത് 50-50 ചാൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ സിഗ്നൽസുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതും ഈ ബൈയും ഇതേപോലെ തന്നെയാണ്. ബൈ സിഗ്നൽ വന്ന് 12:33 ഉണ്ട്, പക്ഷേ കൺഫർമേഷൻ ലേറ്റായി കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക് ഔട്ട് അടിച്ചത്. അപ്പോൾ അതൊരു അപ്രോക്സിമേറ്റ് 2-2.5 മണി ശേഷമാണ് ബ്രേക്ക് ചെയ്തത്. അവിടെ നിന്ന് ഒരുപാട് 20 പോയിന്റ് കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ലെവലിൽ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഇന്നലെ നല്ല മൊമെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല ട്രെൻഡി മാർക്കറ്റ് പിറ്റേ ദിവസം ഭൂരിഭാഗം സൈഡ് വേസ് ആയിരിക്കും. നല്ല ട്രെൻഡ് പോകാൻ സാധ്യത വളരെ കുറവായുള്ള മാർക്കറ്റാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വോളിയം ലെവൽ കുറവാണ്. അതേപോലെ തന്നെ ബൈ വരുന്നുണ്ടെങ്കിലും അവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നില്ല, അത് തിരിച്ചടിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പോർഷനൊക്കെ നമുക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ല. അവിടെ എക്സിറ്റ് അടിക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല, ആ റേഞ്ചിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒക്കെ കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലോസ് പോകുന്നതിന് ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.